അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒപ്പം തന്നെ ആനയും വരുന്നുണ്ട്. ആന ഇങ്ങോട്ട് വന്നു. അപ്പം ഞങ്ങൾ ഓർത്തു അവിടെ ഉണ്ടെന്ന് ഫോൺ വിളിച്ച ഒരാൾ പറഞ്ഞു. അന്നേരം പിന്നെ അവിടെ എന്നാ രണ്ടാന കാണും, അവിടെയും കാണുമായിരിക്കും എന്ന് ഓർത്തു. ഈ മതിലിന്റെ കരോട്ട് കൃത്യം കൊമ്പൻ ഇങ്ങനെ നിൽക്കുന്നു. അന്നേരത്തേക്ക് വീള് ഇവിടെ എത്തി. എന്റെ മകൻ മുറ്റത്തായിരുന്നു, അതുകൊണ്ടായിരുന്നു പേടിച്ചു പോയി. ആനയും മകനും കൂടെ ഒന്നിച്ചു വന്ന് കയറി. അതിന്റെ മുകളിൽ നിന്ന് ഓടുന്ന കാണാം. ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നു ഇവിടെ. ഈ വഴിക്കെല്ലാം അവര് നിരന്നിട്ടുണ്ടായിരുന്നു. 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞ് അങ്ങ് പോയി. മോന്റെ കാർ ഇവിടെ കിടപ്പുണ്ട്, ഈ ഗ്യാസ് ഊറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഒരു തട്ടി മറിക്കുവാട്ടോ ഒന്നും ചെയ്തില്ല. മോന്റെ കാർ കാട്ടിലൊന്നും പോകേണ്ടി വന്നില്ല, പേടിച്ചു പോയി. മുട്ടുകയും പിന്നെ കിടക്കേന്നൊരൊച്ച കേട്ടു. അങ്ങനെ അന്നേരം തുമ്പിക്കൊയ് എങ്ങനെ കൊമ്പ് കൊണ്ടാണോ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുത്തി. ആ ഒപ്പം തന്നെ ആന ഇങ്ങനെ വന്നിട്ടു. ആന എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര സ്പീഡില് അങ്ങനെ ആന ഇങ്ങ് വന്നു. ആന വന്ന ഉടനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ മുട്ടിന്ന് തോന്നുന്നു. ഞാൻ പരക്കകത്തൊന്നും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. അവിടം വരെ വന്നു. അവിടെ ഒരു ചാനലുണ്ട് കന്നേലിയൊക്കെ കൊണ്ടുപോകുന്നേ, അതിലെ കൂടെ നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇതിലെ താഴേക്ക് ഇറങ്ങി. ഓഹോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടഗിരി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച. ഇന്നലെ എത്ര മണിയായപ്പോൾ ഈ ഭാഗത്തേക്കാണ് വന്നത്? ഇന്നലെ ഏകദേശം ഒരു 3 മണിയാണ്. 3 മണിയല്ലേ? ഈ പ്രദേശത്തോടെ എന്തായിരുന്നു? രണ്ട് ട്രിപ്പ്. ഇതിൽ ഒന്ന് മുകളിലേക്ക് പോയി, പിന്നെ അത് താഴേക്ക് വന്നു, പിന്നെ ഇതിൽ അപ്പുറത്തോട്ട് ആ കുന്നേലേക്ക് കയറി പോയി. അതിന് മുകളിലൊക്കെ വീടുള്ളതല്ലേ? അതിലൊക്കെ വീടുള്ളതാണല്ലേ? ഇതിന് പരാക്രമമായിരുന്നല്ലേ? ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ ഓട്ടമായിരുന്നു, നിന്നിട്ടില്ല, ഓടുകയായിരുന്നു. അവിടെ കുറച്ച് വെറ്റക്കൊടിയുണ്ട്, അതെല്ലാം കുറെ കളഞ്ഞു, വേലി കളഞ്ഞു. പിന്നെ ഈ ബിജോയുടെ ഇവിടുത്തെ പുരുഷന്മാരുടെ ഒരു സൈഡ് കളഞ്ഞു. പിന്നെ മുകളിൽ വീട് നശിപ്പിച്ചിട്ടുണ്ടെന്ന്. വീടിന്റെ ഒരു മൂല കുറച്ച് പോയിട്ടുണ്ട്. പുത്തമ്പരക്കൽ എന്ന് പറയും, റോയി ഒരു പേര്. കുറെ നേരം നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ കണ്ടു. എൻ്റെ വീട് അവിടെയാണ്. കരിക്കോട്ടഗിരി പ്രദേശത്ത്, കരിക്കോട്ടഗിരി ഈന്തങ്കരി എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു കാട്ടാന ഇറങ്ങുകയുണ്ടായി. കർണാടക വനത്തിൽ നിന്ന് ഇറങ്ങിയാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ആന ഒരു ദിവസം മുഴുവൻ ഈ ഒരു പ്രദേശത്ത് പല പറമ്പിൽ കൂടെയും ഒക്കെ ഇങ്ങനെ നടന്ന് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. രാത്രി ഏറെ വൈകിയും ഈ ഒരു പരിപാടി തുടർന്നു. ആനയെ പല സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തുരത്തുന്നുണ്ടായിരുന്നു. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ആന ആർളം ഫാമിൻ്റെ പ്രദേശത്തേക്ക് കയറിപ്പോയി എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു ദിവസം മുഴുവൻ പല പറമ്പിൽ കൂടെയും പോയി പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. ഒരു റബ്ബർ പെര നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ മുമ്പിൽ വന്നതിൻ്റെ ഒരു CCTV വിഷ്വലുണ്ട്. ആ വീട്ടിലുള്ള ചേച്ചി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അതുപോലെ തന്നെ ഒരു ചേട്ടനെ ആക്രമിക്കാനായിട്ട് ആന പാഞ്ഞടിക്കുകയും ആ വീടിൻ്റെ മുൻവശത്ത് വന്ന് വീടിൻ്റെ മുൻവശത്തെ മറ്റേ ഷീറ്റും കാര്യങ്ങളൊക്കെ തകർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു ഇന്നലെ ഈന്തങ്കരി പ്രദേശങ്ങളിലൊക്കെ നടന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും പിന്നെ ആ ഒരു പ്രദേശം നേരിട്ടൊന്ന് പോയി കണ്ട് അവിടെയുള്ള ആളുകളോടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഇത് ഈന്തങ്കരി പ്രദേശമാണ്. ഈ കാണുന്ന പറമ്പിൽ കൂടെയൊക്കെ ഇന്നലെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിയിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രദേശത്ത് എത്തിയെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഇവരുടെ ഈ റബ്ബർ തോട്ടത്തിലെ ഒരു മെഷീൻ വരയാണ്. ഈ മെഷീൻ വര ഇന്നലെ ആന തകർത്താണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലായത് കേട്ടോ. അവർ പറഞ്ഞതാണ്. ഇതുണ്ടോ, ഇത് ഇന്നലെ ആന കുത്തിപ്പൊളിച്ചാണ്. എന്തോ ആന ഇന്നലെ ഈ പ്രദേശത്തോടെയൊക്കെ വലിയ പരാക്രമമാണ് നടത്തിയിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കേട്ടോ, ആന കുത്തിപ്പൊളിച്ച കേട്ടോ. തികഞ്ഞ ജനവാസ മേഖലയായിട്ടുള്ള പ്രദേശമാണ്. എല്ലായിടത്തും വീടുകളുള്ള പ്രദേശം. കേട്ടോ, അവിടെ വീട്, അവിടെ വീട്, ഇതെല്ലാം ജനവാസ മേഖല കേട്ടോ. അങ്ങ് മുകളിലായിട്ട് കാടിൻ്റെ പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് ആന ഇറങ്ങി വന്നത്. വലിയ പരിഭ്രാന്തി തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ സൃഷ്ടിച്ചത് കേട്ടോ. നമുക്ക് ഈ ഭാഗത്തൊക്കെ ആന ഒക്കെ ഇറങ്ങിപ്പോയ കാടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു റബ്ബർ തോട്ടമാണിത്. അത് ഫോറസ്റ്റാണോ? അല്ലേ? ഈ പറമ്പിലാണ് നിന്നേ? ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് റോയി. ഇന്നലെ എത്ര മണിയായപ്പോൾ ഈ ഭാഗത്തേക്കാണ് വന്നത്? ഇന്നലെ ഏകദേശം ഒരു 3 മണിയാണ്. 3 മണിയല്ലേ?
ഈ പ്രദേശത്തോടെ എന്തായിരുന്നു? രണ്ട് ട്രിപ്പ് ഇതിൽ ഒന്ന് മുകളിലേക്ക് പോയി, പിന്നെ അത് താഴേക്ക് വന്നു, പിന്നെ ഇതിൽ അപ്പുറത്തോട്ട് ആ കുന്നേലേക്ക് കയറി പോയി. അതിന് മുകളിലൊക്കെ വീടുള്ളതല്ലേ? അതിലൊക്കെ വീടുള്ളതാണല്ലേ. ഇതിന് പരാക്രമമായിരുന്നല്ലേ? ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ ഓട്ടമായിരുന്നു, നിന്നിട്ടില്ല, ഓടുകയായിരുന്നു. അവിടെ കുറച്ച് വെറ്റക്കൊടിയുണ്ട്, അതെല്ലാം കുറെ കളഞ്ഞു, വേലി കളഞ്ഞു. പിന്നെ ഈ ബിജോയുടെ ഇവിടുത്തെ പുരുഷൻപേരുടെ ഒരു സൈഡ് കളഞ്ഞു. പിന്നെ മുകളിൽ വീട് നശിപ്പിച്ചിട്ടുണ്ടെന്ന്. വീടിന്റെ ഒരു മൂല കുറച്ച് പോയിട്ടുണ്ട്. പുത്തമ്പരക്കൽ എന്ന് പറയും, റോയ് ഒരു പേര്. കുറെ നേരം നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ കണ്ടു. എൻ്റെ വീട് അവിടെയാണ്. അങ്ങോട്ട് പോകും. അതിന് അമ്മ എന്തൊരു വലുതായത്. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുന്ന അതിന്റെ മുകളിൽ നിന്ന് കാണാൻ ഓടുന്ന കാണാം. ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നു ഇവിടെ. ഈ വഴിക്കെല്ലാം അവർ നിരന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കയറിപ്പോയെന്ന് തോന്നുന്നല്ലേ? ഇതിലേക്ക് കയറിപ്പോയ ഒരു ട്രിപ്പ് ഇതിലെ കയറിപ്പോയി, അതിലെ ഇറങ്ങി വന്നു ആ സൈഡിൽ കൂടെ. എന്നിട്ട് രാത്രിയായ എത്ര മണിയായ ഇത്? പിന്നെ ഇത് സന്ധ്യ ആയപ്പോഴേക്കും അങ്ങ് ഈന്തങ്കിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ അറിയുന്ന പിന്നെയും തിരിച്ചുകൂടെ വന്നായിരുന്നു. ഇവിടെ ഒരു കുറച്ച് താഴെ കവുന്നകണ്ടത്തിൽ എന്ന വീട്ടുകാരുള്ള ഒരു വീടുണ്ട്. അവരുടെ വീടിന്റെ മതിൽ കവച്ച് കിടന്നിട്ട് അത് പള്ളിക്കുന്നിലേക്ക് കയറിപ്പോയത്. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു രാത്രി. ഈ റോട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പം അറിഞ്ഞത് ഇത് ഫാമിൽ കയറിപ്പോയെന്നാണ്. ഫാമിൽ കയറിപ്പോയെന്നാണ് അറിഞ്ഞത്. അവരുണ്ടായിരുന്നു, ഫോറസ്റ്റുകാരുണ്ടായിരുന്നു കൂടെ. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം ആന വന്നായിരുന്നു. അത് ഈ അപ്പുറത്തെ മലയ്ക്കാണ്. അവിടെ എന്നിട്ട് അതിനെ പിടിച്ചോണ്ടുപോയി, മയക്കുവെടി വെച്ച് പിടിച്ചോണ്ടുപോയി. അത് ചത്തുപോയി തോന്നുന്നു. അല്ലാണ്ട് വേറെ വലിയ ആനകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ? ഒരു 3-4 വർഷം മുമ്പ് ഈ റൂട്ടിൽ തന്നെ വരണം. ഇതിലേ ഇറങ്ങിയത്. ഇതിലെ വന്നിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോയി, മുണ്ടിയാപുരം അമ്പലത്തേക്ക് അവിടെ പോയി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത്. ഈ റൂട്ടിൽ തന്നെ വന്നത്. റൂട്ടിൽ തന്നെ വന്നത്. ഇന്നലെ നിരോധനാജ്ഞയൊക്കെ ആയിരുന്നു അല്ലേ? ഇന്നലെ വൈകുന്നേരം നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. 6 മണി തൊട്ട് 6, 7, 9, 11 വാർഡുകളിൽ ഉണ്ടായിരുന്നു അയ്യങ്കുന്നിൻ്റെ. അപ്പോൾ ഇന്ന് 6 മണി വരെ ആൾക്കാർ കൂട്ടം കൂടാൻ പാടില്ലെന്നൊക്കെ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്. പിന്നെ ഫാമിലിക്ക് കയറിപ്പോയത് ഇന്ന് ഇന്ന് കുഴപ്പമില്ല. ഇന്ന് കുർബാനയൊന്നുമില്ലായിരുന്നു രാവിലെ പള്ളിയിൽ. നമ്മളിപ്പോൾ ഈന്തങ്കരി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഈ വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ ഇന്നലെ ആന പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് തന്നെയാണ് സംഭവം നടന്നത്. ഇവിടെ CCTVയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആന വന്ന് ഈ ഒരു വഴിക്കൂടെ ഇറങ്ങുന്ന ഒരു രംഗമൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. ഏതായാലും നമുക്കതിൻ്റെ വിഷ്വലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ക്യാമറയിലാണ് ആ ഒരു ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ മുൻവശത്താണുള്ളത്. ഇവർ ആ ഒരു സംഭവമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മേരി. ഈ സ്ഥലം ഈന്തങ്കരി അല്ലേ? ഈന്തങ്കരി. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് ആന വന്നത്? ഒരു 4:45. 4:45. നിങ്ങൾ അറിഞ്ഞായിരുന്നോ സംഭവം? ഞങ്ങൾ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആന എവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞ്
അപ്പം ഞങ്ങൾക്ക് കുറേ അപ്പുറം ഒരു വീടുണ്ട്, മോൻ്റെ വീട്. ആ പറമ്പിലുണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ അവിടെയാണല്ലോ എന്ന് പറഞ്ഞ് ഈ പിള്ളേരെല്ലാം ഇതിലേ കളിച്ച് നടപ്പുണ്ടായിരുന്നു. അപ്പം അന്നേരം കരോട്ടിന്ന് വെടി പൊട്ടുന്ന ഒച്ച കേട്ടു, പടക്കം പൊട്ടിക്കുന്ന ഒച്ച. അപ്പം ഞങ്ങൾ ഓർത്തു അവിടെ ഉണ്ടെന്ന് ഫോൺ വിളിച്ച ഒരാൾ പറഞ്ഞു. അന്നേരം പിന്നെ അവിടെ എന്നാൽ രണ്ടാന കാണും, അവിടെയും കാണുമായിരിക്കും എന്ന് ഓർത്തു. അപ്പം മോള് പറഞ്ഞു എന്നാൽ പോയി ഗേറ്റ് അടച്ചിട്ടേക്കാന്ന് പറഞ്ഞ് അവൾ പോയി ഗേറ്റ് അടച്ചു. ഉടനെ അവിടുന്ന് വലിയ ഒച്ചയൊക്കെ കേൾക്കാം, ആൾക്കാർ കൂകുന്നേയും എല്ലാം. അത് കാരണം പിന്നെ ഞങ്ങൾ ഇവളോട് ഞാൻ പറഞ്ഞു വേഗം ഓടി വാടി അടച്ചേച്ച് വേഗം വരാൻ പറഞ്ഞു. താഴെയാന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ആ തെങ്ങിൻ്റെ ഇവിടെ ഈ മതിലിന്റെ കരോട്ട് കൃത്യം കൊമ്പൻ ഇങ്ങനെ നിൽക്കുന്നു. അന്നേരത്തേക്ക് ഇവള് ഇവിടെ എത്തി. അവളെ അവിടെ ഇച്ചിരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മുളകും വാരി വേഗം അകത്ത് ഈ ആ കോർണറിൽ കിടപ്പുണ്ടായിരുന്നു. അത് നോക്കുമ്പോ അതെങ്ങനെ കൈ കുത്തി ഇങ്ങനെ ഇറങ്ങി നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വന്നു. ഇവിടം വരെ വന്നു. അവിടെ ഒരു ചാനലുണ്ട് കന്നേലിയൊക്കെ കൊണ്ടുപോകുന്നേ. അതിലെ കൂടെ നേരെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇതിലെ താഴേക്ക് ഇറങ്ങി. ഈ വഴിയെ താഴേക്കാട്ടോ. മതിലൊന്നും പൊളിച്ചില്ല അല്ലേ? മതിലൊന്നും പൊളിച്ചില്ല. ഞങ്ങൾ ഓർത്തു മതിൽ തട്ടുമൊക്കെ ചെയ്യുമായിരിക്കും. ഏതായാലും മര്യാദയ്ക്ക് ഇറങ്ങി വന്ന ശാന്തനായിട്ട് അങ്ങ് പോയി എവിടെ താഴെ ഒരു വീട്ടിൽ ചെന്ന അവരുടെ അത് ആനയുടെ ശരീരം കൊണ്ട് അങ്ങനെ പോയെന്ന് തോന്നുന്നു. അവരുടെ ഒരു ഷെഡ് മിഷംബര് ഷെഡ് വിറകൊക്കെ അങ്ങനെ പോയി. പിന്നെ നൈറ്റില് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ പുറകുവശത്തെ പറമ്പില് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ വന്നായിരുന്നു. അവിടുന്ന് തിരിച്ച് താഴെ കൂടെ പിന്നെ ഇതിങ്ങനെ കറങ്ങുമായിരുന്നു. പിന്നെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾക്ക് അവിടെ പറമ്പുണ്ടാവും, ആ പറമ്പിലുണ്ടെന്ന് പറയുന്നു കേട്ടു. ആർളം ഫാമിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഇനിയും വരുമോന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. 2 പ്രാവശ്യം ആന വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു റോഡ് വെട്ടിയിട്ടുണ്ട് അങ്ങ് മലക്കോട്ട് പോകാൻ വേണ്ടി. അന്നേരം 2 പ്രാവശ്യം ആന വന്നു. അന്ന് ഞങ്ങൾ ആനയെ കണ്ടു. ആന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റേ പറമ്പ് ഞങ്ങളുടെ പറമ്പ് തന്നെയാ കിഴക്കുവശത്തുള്ളതും അവിടെ എത്തി ആന. അങ്ങനെ 2 വർഷം വീടിന്റെ മുറ്റത്ത് ആന എത്തിയില്ലേ? ഇതാണ് ശരിക്കും. കാട്ടിലൊന്നും പോയി കാണേണ്ട ആവശ്യം വന്നില്ല. കാട്ടിലൊന്നും പോകേണ്ടി വന്നില്ല. പേടിച്ചു പോയി. അപകടമൊന്നും പറ്റിയില്ല. ദൈവം സഹായിച്ചു അത്ര തന്നെ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സ്മിത. തലനാരിക്കാല്ലേ ശരിക്കും പറഞ്ഞ ആനയുടെ മുമ്പിൽ ശരിക്കും മുളകെടുക്കാൻ പോയതല്ലേ? മുളകെടുക്കാൻ പോയതല്ല, ഞാൻ ശരിക്കും ഗേറ്റ് പൂട്ടിയിട്ട് പിള്ളേരെല്ലാവരും ഇവിടെ മുറ്റത്ത് നിന്ന് കളിക്കുന്നുള്ള കാരണം ഗേറ്റ് പൂട്ടിയേക്കാന്ന് വിചാരിച്ചു. ഇനി എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ്. പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് പൂട്ടുമ്പോൾ നമ്മളുടെ പറമ്പില് സൈഡില് ഇവിടുന്ന് മതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് അത്രയ്ക്ക് ഞാൻ ഈ സൗണ്ട് കേട്ടോണ്ടാണ് എന്താ പറയാ ഒന്ന് ഗേറ്റ് അടച്ചേക്കാന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ ഒരു മൈൻഡില് അവിടെ ഉണ്ടെന്നാണ് ആയിരുന്നു. അവിടെയാണ് ആനയുള്ളത്. അപ്പൊ ഇപ്പൊ വരത്തില്ല. ഇനി സർക്കംസ്റ്റൻസസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ ആക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗേറ്റ് അടയ്ക്കാൻ പോയത്. പക്ഷെ അന്നേരപ്പോഴേക്ക് ആന ഇവിടെ എത്തിപ്പോയി. നേരിട്ട് കണ്ടു. ഏതായാലും ഇവരുടെ വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ ആ ഒരു സംഭവം നടന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു തെങ്ങിൻ്റെ ഈ ഒരു മരത്തിൻ്റെ കൂടെ ഇടയ്ക്കായിരുന്നു ആന നിന്നിരുന്നത്. ആ ചേച്ചി ആ സമയത്താണ് ഗേറ്റ് അടയ്ക്കാനായിട്ട് ഇങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, സത്യം പറഞ്ഞ ചേച്ചി ആന ഇവിടെ ഉണ്ടായിരുന്നത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ആന അതിന് ശേഷം ഇറങ്ങി ഇതിലെയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇതിലിങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് നേരെ ആ വഴിയെ ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നേരെ ഇതിലെ താഴേക്ക് ഇറങ്ങി പോവുകയായിരുന്നു കേട്ടോ. ഇതിലെങ്ങനെയാണ് പോയത്. അതുകൊണ്ട് വലിയ നാശനഷ്ടവും കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് സംഭവിച്ചില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വീടിൻ്റെ ഷെഡ് കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. നമ്മളതും കാണാൻ പോകാം കേട്ടോ. നമ്മളേതായാലും ആ വീടിൻ്റെ മുൻവശത്താണുള്ളത്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മേരി.
ഇന്നലെ എത്ര മണിയായപ്പോഴാണ് ചേച്ചി ആന ഇവിടെ എത്തി? ഒരു 4:45. 4:45. ഇത് എങ്ങനെ റോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്? ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. അതെന്താ ഇങ്ങോട്ട് വരാൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം? പ്രത്യേകിച്ച് പപ്പ എവിടെയും കണ്ട് നിപ്പുണ്ടായിരുന്നു. ചേട്ടന്റെ നേരെ വന്നു. ഓഹോ. അവിടുന്ന് ഒച്ച കേട്ടിട്ട് പപ്പ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. റോട്ടിലേക്ക് ഇറങ്ങിയോ ഇവിടം വരെ എത്തിയുള്ളൂ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ പെരക്കകത്തുനിന്നും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് അപ്പൊ എന്നിട്ട് പപ്പ മോൾ എന്നോട് പറഞ്ഞു, മമ്മി ആന ഇതിലെയാ വരുന്നതെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. വലിയ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒപ്പം തന്നെ ആനയും വരുന്നുണ്ട്. ആന ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരുകയും ഈ വാതിലകത്തുനിന്ന് പപ്പായനെ മോൻ കണ്ടില്ലായിരുന്നു. മോനെ ഇങ്ങനെ വാതിൽ തള്ളിപ്പിടിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞടാ പപ്പ കൂടെ ഉണ്ടോ, വാതിൽ തുറക്കടാന്ന് പറഞ്ഞു. ഞാൻ വാതിലെ പിടിച്ച് ഇങ്ങനെ തുറന്ന് പപ്പ ഇവിടുന്ന് ചവിട്ടി അങ്ങനെ റൂമിന്റെ അകത്തേക്ക് അങ്ങനെ കയറുക ചെയ്തത്. ആ ഒപ്പം തന്നെ ആന ഇങ്ങനെ വന്നിട്ടു. ആന എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര സ്പീഡില് അങ്ങനെ ആന ഇങ്ങ് വന്നു. ആന വന്ന ഉടനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ മുട്ടിന്ന് തോന്നുന്നു, ശബ്ദം കേട്ടു. ഞങ്ങള് വാതിൽ അടച്ചു പിടിച്ചേക്കുമല്ലേ, മുട്ടുകയും പിന്നെ കിടക്കേന്നൊരൊച്ച കേട്ടു. അങ്ങനെ അന്നേരം തുമ്പിക്കൊയ് എങ്ങനെ കൊമ്പ് കൊണ്ടാണോ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ കുത്തി. എങ്ങനെയാന്ന് അറിയത്തില്ല, അങ്ങനെയോ കുത്തി. അങ്ങനെയാ പറ്റിയത്. എന്നിട്ട് പിന്നെ ആന എങ്ങോട്ടാ പോയെ? എന്നിട്ട് ആന അതേ ഇത് കണ്ടോ, ഈ പാട് കിടക്കുന്നത് കണ്ടോ? അത് ആന അതേപടി തന്നെ ഇങ്ങനെ പുറകോട്ട്. ദൈവാനുഗ്രഹം എന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞങ്ങളെല്ലാരും ദൈവമേന്നിങ്ങനെ ഈശോയേന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെരക്കാത്തിരുന്ന എല്ലാരും കൂടെ അങ്ങ് വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കും ആന ഇങ്ങനെ പുറകോട്ട് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞങ്ങ് പോയി. മോന്റെ കാർ ഇവിടെ കിടപ്പുണ്ട്, ഈ ഗ്യാസ് കുറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഒരു തട്ടി മറിക്കുവാട്ടോ ഒന്നും ചെയ്തില്ല. മോന്റെ കാർ ഇവിടെ അവിടെ നിൽപ്പുണ്ട്, കിടപ്പുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ അതേപടി തന്നെ പുറകോട്ട് മാറിയിട്ട് ആന അതേപടി തന്നെ താഴേക്ക് പോയി. അങ്ങനെയായിരുന്നു. ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ ഉറപ്പിക്കുന്നു ഞങ്ങള്. പിന്നെ എന്നിട്ട് നിങ്ങൾ ആരെയാ ഫോറസ്റ്റുകാരെ വിളിച്ചിറങ്ങ? അല്ല, ഞാൻ ഫോറസ്റ്റുകാരെ ഒന്നും വിളിച്ചില്ല. അവര് ഏകദേശം ഇവിടെ ഇതിലിങ്ങനെയൊക്കെ നടപ്പുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഇതിലേക്കൂടെ നടക്കുന്ന കണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേരു ഒരു 5 മിനിറ്റ് ആയില്ല, അതിനു മുമ്പ് അവരിവിടെ വന്നു. അവരിവിടെ വന്നിട്ട് പിന്നെ അവരെല്ലാരും കൂടെ താഴെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ആന അങ്ങോട്ടായിരുന്നല്ലോ ഓടിപ്പോയത്. അപ്പൊ ഞങ്ങളോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ താഴെ ആന അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വരും ഇല്ലായിരുന്നു. പേടിച്ചു പോയി. കൊച്ച് പിന്നെ മോന്റെ കൊച്ചിനെ ആണെങ്കിൽ ഭാര്യ വീട്ടിൽ കൊണ്ടുവിട്ടു. പേടിച്ചിട്ട് കൊച്ചു ഉറങ്ങിയിട്ടേ ഇല്ല രാത്രിക്ക്. രാവിലെ അവിടെ കൊണ്ടുപോയി. ഇവിടുന്ന് ചിഹ്നം വിളിച്ചൊന്നുമില്ല, ഇവിടുന്ന് ഇങ്ങനെ കാർന്ന് വെച്ച കേൾക്കാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിലെ കൂടെ പോയിട്ട് അതേപോലെ തന്നെ നമ്മുടെ പറമ്പിൽ അതിലെ കൂടെ തന്നെ പിന്നെയും വന്നു. അപ്പൊ ആൾക്കാരെല്ലാരും അപ്പം ആൾക്കാരെല്ലാരും പറഞ്ഞു അതിന്റെ താഴെ കുളമുണ്ട് ആങ്ങളയുടെ സ്ഥലത്ത്. അപ്പം ഞാൻ ആൾക്കാരെ വിളിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു ആന എങ്ങും പോയിട്ടില്ല കേട്ടോ, ഇതിലെ തന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ആന ആ കുളത്തിന്റെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല, ഷാജിയുടെ ആ കുളത്തിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആന അവിടെ നിന്ന് വിളിക്കുന്നു, കാർന്ന് ഒച്ചയും കിട്ടു, വെടിയുടെ ഒച്ച വെക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോലീസുകാർ പിന്നെ ഇതിലെ കൂടെ വന്നു. ഫോറസ്റ്റുകാർ എല്ലാവരും ഇവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പിന്നെ റൂമിനകത്ത് തന്നെ ഇരുന്നോണം, പുറത്തേക്ക് ആരും ഇറങ്ങിയേക്കരുത്, ആരും ഇറങ്ങിയേക്കാം. അത് കാരണം പിന്നെ ഞങ്ങൾ സന്ധ്യയായിട്ട് ഞങ്ങൾ ലൈറ്റ് പോലും ഇട്ടില്ല. ഞങ്ങൾ ലൈറ്റ് പോലും ഇടാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു. വലിയൊരു രക്ഷപ്പെടലായിപ്പോലെ. ഈ പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആന വന്യജീവികളുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളെ അനുഭവിക്കുമ്പോഴാണ് നമ്മളതിന്റെ ആ വിഷമം മനസ്സിലാകുന്നത്. നമ്മള് ടിവിയിലും അല്ലാതെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾക്കത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാകുന്നത്. എൻ്റെ അമ്മച്ചിക്ക് 90 വയസ്സ് അത്ര വയസ്സുണ്ട്. അപ്പൊ അമ്മച്ചി പറയായിരുന്നു കാട്ടാന ഓടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താണെങ്കിലും നേരി കണ്ടു ഓർക്കായിരിക്കും അമ്മ. പിന്നെ ഞങ്ങളെല്ലാരും ഈ ഗ്ലാസ്സിൽ കൂടെ കാണാമല്ലോ, ഞങ്ങൾക്ക് ഞങ്ങൾ അകത്തുനിന്ന് നോക്കുമല്ലേ. ഇങ്ങനെ നമ്മൾ ഒട്ടും ഓർക്കുന്നില്ലല്ലോ. പിന്നെ ഇല്ലേ, അപ്പം നമ്മൾ വിചാരം ആന ഇതിലേക്കൂടെ വരും, നമ്മൾ ഇതിലേക്കൂടെ വരും നമ്മൾ ഒട്ടും ഓർക്കുന്നില്ലോ. ആ മലക്കൂടെ പോയി അങ്ങനെയൊക്കെ അല്ലേ ഓർക്കുന്നില്ല, ഇതിലെ വരും ഓർക്കുന്നില്ലല്ലോ. അത് വല്ലാത്തൊരു ഭാഗ്യമായിപ്പോല്ലേ. അതെ, ദൈവം. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? മറിയക്കുട്ടി. ആനയെ നേരിട്ട് കണ്ടല്ലേ? ആനയെ നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ടു. വീടിന്റെ മുറ്റത്ത് ഒന്നല്ലേ? ഇതല്ലേ കുത്തി പൊടിച്ചിട്ട്. അതെ. എന്തായിരുന്നു ആ സമയത്ത്? അയ്യോ, എൻ്റെ മകൻ മുറ്റത്തായിരുന്നു, അതുകൊണ്ടായിരുന്നു പേടിച്ചു പോയി. ഓടി ഇങ്ങോട്ട് കയറിയല്ലേ? ആനയും മകനും കൂടെ ഒന്നിച്ചു വന്ന് കയറി, രണ്ടുപേരും കൂടെ ഒരുമിച്ചെത്തിയ. ഓഹോ. അമ്മച്ചി ആ സമയത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ പെരക്കാത്തുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു.
ഞങ്ങളന്നേരപ്പോഴത്തേക്ക് വാതിൽ ഒട്ടിയടിച്ചു. അല്ല ആന വരയ്ക്കാത്തോട്ട് കയറിയന്. അത് ആനയുടെ മുതുക് പിടിയങ്ങാണ്ട് കൊണ്ടുവന്ന വന്നത്. എന്ത് വലിയ ആനയായിരുന്നു എന്റെ പൊന്നെ. വലിയ ആനയായിരുന്നല്ലേ? വലിയ ആന, വലിയ കൊമ്പും. ആദ്യത്തെ അനുഭവമായിരുന്നല്ലേ? ആദ്യത്തെ അനുഭവം. അടുത്ത ആനയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്രയും അടുത്ത് ആനേനെയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പുഴയക്കോടെയൊക്കെ വരുന്നതും തടി പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലത്തെ ഒരു അനുഭവം നേരെ വരുന്നത് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട്. പേടിച്ചു പോയി, വിറച്ചു പോയി. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റി കാണിയായിരിക്കും. ഉറങ്ങി, ഞാൻ എല്ലാം മറന്നു പോകും, അതുകൊണ്ട് അങ്ങ് ഉറങ്ങി. അല്ല ആനയുടെ കാലിന്റെ പാട്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് കരിക്കോട്ടഗിരി ഈന്തിങ്കരി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവനായിട്ടും ഇവിടെ പല പറമ്പിക്കൂടെയും പല പ്രദേശത്തും പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ആന ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അവസാനം രാത്രിയായ സമയത്ത് ആന വീണ്ടും താഴേക്ക് ഇറങ്ങുകയും പിന്നീട് ആനയെ ആർളം ഫാമിൻ്റെ പ്രദേശത്തേക്ക് കയറ്റിവിടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഏതായാലും വലിയ ഒരു പരീക്ഷണം അല്ലെങ്കിൽ വലിയൊരു രക്ഷപ്പെടൽ തന്നെയാണ്. പല ആളുകളും രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല ആളുകളും അതിൻ്റെ മുമ്പിൽ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ആന അവരുടെ നേരെ ഓടി ചെല്ലുന്ന അവസ്ഥ ഉണ്ടായി. വീടിൻ്റെ മറ്റേ ഷെഡടക്കമുള്ള കാര്യങ്ങളൊക്കെ താർത്തു. അതൊക്കെ നമ്മൾ വിഷ്വലിൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ പ്രദേശത്ത് ഇതിന് മുന്നേ ആന ഇറങ്ങിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടാണ് ഒരു പൊക്കം കുറഞ്ഞൊരു ആന പടക്കം കടിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ആനയെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതേ പ്രദേശം തന്നെയാണ്. അത് ഇവിടുന്ന് കുറച്ച് താഴെയായിട്ടുള്ള പ്രദേശത്താണ് ആ ഒരു സംഭവം നടന്നത്. ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട്. ഏതായാലും മലയോര പ്രദേശത്തെ ഉള്ള ആളുകളുടെ സമാധാനമൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവിടെ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ ആനയും കടുവയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.